ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സിമ്പിളായിട്ട് ഒരു ബീഫ് കറി വെക്കുന്നതാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. ബീഫ് കറി വെക്കാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ. അത് തുടക്കക്കാർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ബീഫ് കറി വെക്കാനായിട്ട് ഞാൻ ഒരു കുക്കറിൽ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോളം. അതിന് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് 2 ടീസ്പൂൺ, ഒരു സവാള, ഒരു 1.5 സവാള അരിഞ്ഞതും, ഒരു കുഞ്ഞി തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പൊടികളായിട്ട് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു കുഞ്ഞ് ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉള്ള ഉപ്പ്, വെളിച്ചെണ്ണ കുറച്ച്, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈ വെച്ച് തന്നെ നല്ല രീതിക്ക് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ടീസ്പൂണുകളോ കയ്യിലുകളോ വെച്ച് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇത് എല്ലാ വശത്തും ബീഫിൻ്റെ എല്ലാ വശത്തും പിടിക്കണമെന്നില്ല. അപ്പം നമ്മൾ കൈ വെച്ച് തന്നെ തിരുമ്മണമെങ്കിൽ എല്ലായിടത്തും മസാല പിടിക്കും. ഇത് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഇത് കുക്കറിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളമൊന്നും ചേർക്കാതെ 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുത്തിട്ടില്ല. അതിനുശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, സവാള ഒരെണ്ണം, കറിവേപ്പില നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി കേട്ടോ. നമ്മൾ അതുകൊണ്ട് പുറത്തുനിന്ന് കറിവേപ്പിലൊന്നും മേടിക്കാറില്ല. ഇത് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഗ്രേവിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 2 ടീസ്പൂൺ ബീഫ് മസാല, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് പച്ചമണം മാറുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഒരു വലിയ തക്കാളി പ്യൂരിയാക്കി വെച്ചിട്ടുണ്ടായി അത് അതിനകത്ത് ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ച് ഗ്രേവിയും ഇതെല്ലാം കൂടി മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞി കപ്പ, നമ്മൾ കൊള്ളിക്കിഴങ്ങെന്നൊക്കെ പറയില്ലേ, അത് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ കപ്പ ഇടുന്നത് ഇഷ്ടമുണ്ട്. എനിക്ക് കപ്പ തന്നെയല്ല, ഞാൻ എല്ലാത്തവണ ഇടുന്ന ഉരുളക്കിഴങ്ങ്, കായ അതൊക്കെ ഇടാറുണ്ട്. ഇട്ട് കൊടുത്ത് നല്ലോണം തിളപ്പിച്ച് മസാലയൊക്കെ ഉപ്പും എല്ലാം പോരായ്മ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും മുടി വെച്ച് കഴിക്കണമെന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുടി വെക്കാൻ മറന്നു. ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കപ്പ വേവിക്കാതെ ഇട്ടേക്കണത്, പച്ചക്കനെ ഇട്ടേക്കണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് വന്നതായതിനു ശേഷം ഞാൻ മൂടി വെച്ച് കഴിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ ഗ്രേവിയുടെ കളർ തന്നെ മാറിയിട്ടുണ്ട്. മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നുണ്ട്. അതിനുശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട്. നോക്കിയപ്പോൾ നല്ലോണം എല്ലാം വെന്തിട്ടുണ്ട്. ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്.